നമ്മൾ നേരത്തെ റിക്വയർഡ് ഫീൽഡ് വാലിഡേറ്ററും പഠിച്ചു, അതുപോലെ തന്നെ റേഞ്ച് വാലിഡേറ്ററും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്ററാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇമെയിൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തു. ഇനി എനിക്ക് ടൂൾ ബോക്സിനകത്തുനിന്ന് റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്റർ സെലക്ട് ചെയ്യണം. എനിക്കിവിടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈഡിലാണ് ഡിസ്പ്ലേ ആവേണ്ടത്, അതുകൊണ്ടാണ് ഞാനിവിടെ റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്റർ എന്നുള്ളത് ടെക്സ്റ്റ് ബോക്സിൻ്റെ സൈഡിൽ പ്ലേസ് ചെയ്തത്. അതിനുശേഷം അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടീസ് വിൻഡോ വരും. അതിൽ നിന്ന് നമുക്ക് എറർ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടെക്സ്റ്റ് ബോക്സ് 3ൽ ഇമെയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇമെയിലിൻ്റെ ഫോർമാറ്റ് കറക്റ്റ് അല്ലെങ്കിൽ പ്ലീസ് അല്ലെങ്കിൽ ഇമെയിൽ ഈസ് ഇൻകറക്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം എന്താണോ എറർ മെസ്സേജിൻ്റെ കളറ് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റെഡാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഏതാണോ വാലിഡേറ്റ് ചെയ്യേണ്ടത്, ഏതിൽ ഇമെയിൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് എറർ മെസ്സേജ് ഉണ്ടെങ്കിൽ കാണിക്കേണ്ടത്. എനിക്ക് കൺട്രോൾ ടു വാലിഡേറ്റ് ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബോക്സ് 3 ആണ്. ടെക്സ്റ്റ് ബോക്സ് 3 എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബോക്സാണ് വാലിഡേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വാലിഡേഷൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതിലാണ് നമുക്ക് ഇമെയിലിൻ്റെ ഫോർമാറ്റ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ കാണുന്ന ഈ സ്ക്വയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഇൻ്റർനെറ്റ് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ വാലിഡേഷൻ എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ടെക്സ്റ്റ് ബോക്സ് 3ൽ എന്തെങ്കിലും ഒരു ഇമെയിൽ കൊടുക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഫോർമാറ്റ് ആണോ എന്ന് ഈ എക്സ്പ്രഷൻ വെച്ച് ചെക്ക് ചെയ്യും. അങ്ങനെ കറക്റ്റ് ഫോർമാറ്റിലല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എറർ മെസ്സേജ് ഡിസ്പ്ലേ ആവും. അതല്ല കറക്റ്റ് ഫോർമാറ്റിലാണെങ്കിൽ സബ്മിറ്റ് ആവും. അപ്പോൾ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇമെയിലിനകത്ത് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കാം. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇമെയിൽ ഈസ് ഇൻകറക്റ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ആയി. അതല്ല ഞാനിപ്പോൾ anu@gmail.com എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഇമെയിൽ കറക്റ്റ് ഫോർമാറ്റിലാണ്. അപ്പോൾ സബ്മിറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോഗ്രാം മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കമ്പയർ വാലിഡേറ്റർ നോക്കാം.